ഹായ് മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ലിപ്പി പാചകം കാട്ടിത്തരാം കേട്ടോ. വലിയ പാടൊന്നുമില്ല. ആദ്യം ഇച്ചിരി എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ മുട്ട ചിക്കി പൊരിക്കുന്നത് അതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അതിന് ശേഷം എണ്ണയിലേക്ക് ഇച്ചിരി കടുകും കൂടി ഇട്ട് നന്നായിട്ട് വരണ്ടാണോ അല്ല പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇച്ചിരി പച്ചവെള്ളം ചേർക്കണം. എങ്ങനെ ഇപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കണം. നമ്മളിവിടെ ഇപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാഗി മസാല ഇപ്പി മസാല അതിലേക്ക് നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ കിടന്ന് ഇച്ചിരി കുതിർന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഇപ്പിയുടെ മസാലയും കൂടി ചേർക്കും കേട്ടോ. ഇപ്പി മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ അവസാനം ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി അതിനകത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ഫ്ലേവർ നല്ലപോലെ കിട്ടുള്ളൂ. എനിക്കിങ്ങനെ നല്ല പെയിൽഡ് ഫുഡിനേക്കാളും നല്ല മസാലയുള്ള ഐറ്റംസാട്ടോ എനിക്ക് കൂടുതലിഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചീനച്ചട്ടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാമെന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. വോക്ക് എന്നാണ് പറയുന്നത്. ഈ ചീനച്ചട്ടിക്ക് ആക്ച്വലി ഒരു ചൈനീസ് ഒറിജിനാണ്. നൂഡിൽസും ചൈനീസാണ്. അപ്പം നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് വിഭവമല്ലേ കഴിക്കുന്നത്. എന്തായാലും 30 രൂപ കൊടുത്ത് മേടിച്ച് ഇപ്പയ്ക്ക് ഇമ്മാതിരി ജാടയിടേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അപ്പം ഞങ്ങളിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് കഴിച്ചത്. അവൾക്കങ്ങനെ മസാല ഫുഡൊന്നും ഇഷ്ടമല്ല. ഷീ ലൈക്ക് പെയിൽഡ് ഫുഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഞാൻ ആസ്വദിച്ചത് കഴിച്ചു. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആയിട്ടുള്ളൊരു വിഭവമാണിത്. നിങ്ങളിങ്ങനെയൊന്ന് നിപ്പി ഉണ്ടാക്കി നോക്കട്ടോ. ശരി എന്നാൽ ടാറ്റാ.